നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. കൊല്ലം ജില്ലയിൽ ഗതാഗത നിയന്ത്രണങ്ങൾ ശക്തമാക്കുമെന്ന് ജില്ലാ കളക്ടർ ആനി ജൂലി തോമസ്. ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ ഗതാഗതക്കുരുക്കിനുള്ള സാധ്യതകൾ കൂടുതൽ. ഈ സാഹചര്യം കണക്കിലെടുത്താണ് നിയന്ത്രണങ്ങൾ ശക്തമാക്കുന്നതെന്ന് കളക്ടർ. മിൽമ പാലിനും തൈരിനും തിങ്കളാഴ്ച മുതൽ വില കൂടും. പാലിന് 4 രൂപയും തൈരിന് കിലോഗ്രാമിന് 10 രൂപ വീതവുമാണ് വർധനവ്. 3.35 രൂപ കർഷകർക്ക് ലഭിക്കുന്ന രീതിയിലാണ് വില വർധനവ്. ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലെ ശുചിമുറിയിൽ പ്രസവിച്ച ശേഷം കുഞ്ഞിനെ ഉപേക്ഷിച്ച സംഭവം. കുഞ്ഞിനെ ഏറ്റെടുക്കാൻ അമ്മ ഇക്കാര്യം രേഖാമൂലം അറിയിച്ചിട്ടില്ലെന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി. നെടുമങ്ങാട് 1.5 വയസ്സുകാരന്റെ കൊലപാതകം നെഞ്ചുലയ്ക്കുന്ന സംഭവമാണെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കർശന നടപടി സ്വീകരിക്കും. പഴുതുകളില്ലാത്ത നിയമ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി. വിശദമായ വാർത്തകളിലേക്ക്. കൊല്ലം ജില്ലയിൽ ഗതാഗത നിയന്ത്രണങ്ങൾ ശക്തമാക്കുമെന്ന് ജില്ലാ കളക്ടർ ആനി ജൂലി തോമസ്. ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ ഗതാഗതക്കുരുക്കിനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഈ സാഹചര്യം കണക്കിലെടുത്താണ് നിയന്ത്രണങ്ങൾ ശക്തമാക്കുന്നതെന്ന് കളക്ടർ പറഞ്ഞു. പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെ ബന്ധപ്പെട്ടവരുമായി ചർച്ച നടത്തിയതിനു ശേഷമാണ് നിയന്ത്രണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചത്. മഴക്കാലം വരുമ്പോഴത്തേക്ക് വെള്ളം ഇറങ്ങി ഇത് കുറച്ചും കൂടെ മോശമാകത്തെയുള്ള അവസ്ഥ അത് പരിഹരിക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാഷണൽ ഹൈവേ അതോറിറ്റി അതുമായിട്ട് ബന്ധപ്പെട്ട റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് ഇന്ന് എനിക്ക് തന്നിട്ടുണ്ട്. ഇമ്മീഡിയറ്റ് ആയിട്ട് പക്ഷേ പൊതുജനങ്ങളിൽ നിന്ന് കുറച്ച് പ്രൊട്ടസ്റ്റ് ഇതിനകത്ത് ഉള്ളത് കൊണ്ട് ഹൈവേക്ക് അത് കൺസ്ട്രക്ഷൻ കമ്പനികൾക്ക് കുറച്ചൊരു ആശങ്കയുണ്ട്. പക്ഷെ ആവശ്യമായ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്ത് അത് ചെയ്യണം എന്നുള്ളൊരു നിർദ്ദേശമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. കരിക്കോട്, കുറ്റിച്ചിറ എന്നിവിടങ്ങളിൽ വ്യാപാര വാഹനങ്ങൾക്ക് രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ നിയന്ത്രണം ഏർപ്പെടുത്തും. കൊമേഴ്സ്യൽ വാഹനങ്ങൾ രാവിലെ 8:30 മുതൽ 10 മണി വരെയും വൈകുന്നേരം 3:30 മുതൽ 5 വരെയുള്ള സമയത്ത് ആ വാഹനങ്ങൾക്ക് ഒരു ചെറിയ നിയന്ത്രണം നമ്മൾ വരുത്തിയിട്ടുണ്ട്. ഈ പർട്ടിക്കുലർ ടൈമിൽ മാത്രമാണ് നിയന്ത്രണം. രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്തും വൈകിട്ട് കുഞ്ഞുങ്ങളെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരുന്ന സമയം മാത്രമാണ് ഈ നിയന്ത്രണം. അതാണ് വരുത്തിയിരിക്കുന്നത്. TKM എഞ്ചിനീയറിംഗ് കോളേജിലെയും ആർട്സ് കോളേജിലെയും പാർക്കിംഗ് നിയന്ത്രിക്കും. റോഡിന്റെ വശങ്ങളിലുള്ള തട്ടുകളുടെ പ്രവർത്തന സമയത്തിൽ വൈകിട്ട് 3:30 മുതൽ 5:30 വരെ നിയന്ത്രണം ഏർപ്പെടുത്തും. കരിക്കോട് ജംഗ്ഷനിൽ TKM ആർട്സ് കോളേജ്, TKM എഞ്ചിനീയറിംഗ് കോളേജ് വരെയുള്ള റോഡ് സൈഡിലെ പാർക്കിംഗ്, ഇരുവശത്തുമുള്ള പാർക്കിംഗ് പൂർണ്ണമായിട്ടും നമ്മൾ ഒഴിവാക്കാനായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഒപ്പം റോഡ് സൈഡിൽ പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ ഒരുപാട് തട്ടുകടകളും ഉന്തുവണ്ടി പോലെയുള്ള ഇതിൽ ഉപയോഗിക്കുന്ന ഒരുപാട് കടകളുണ്ട്. ഈ ഒരു സമയത്ത് 3:30 തൊട്ട് 5 വരെയുള്ള സമയത്ത് മാത്രം ഈ കടകൾക്ക് ഒരു നിയന്ത്രണം നമ്മൾ ഏർപ്പെടുത്താനായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവർക്ക് യാതൊരു തരത്തിലും ബുദ്ധിമുട്ട് ഉണ്ടാവില്ല എന്ന് എൻഷുർ ചെയ്തുകൊണ്ടാണ് ആ പർട്ടിക്കുലർ ടൈമിലേക്ക് മാത്രം നമുക്ക് ഗതാഗത കുരുക്ക് ഒഴിവാക്കാനായിട്ട് മാത്രം നടത്തുന്നുള്ള ഒരു അറേഞ്ച്മെന്റ് ആണത്. എല്ലാ സ്കൂളുകളിലും 2 ട്രാഫിക് സ്ക്വാഡുകളെ നിയമിക്കും. കല്ലുതാഴത്തു നിന്നുള്ള പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിൽ കൂടുതൽ പോലീസുകാരെ നിയമിക്കും. ഹൈവേ അതോറിറ്റി നമ്മളൊരു റാപ്പിഡ് ഒരു ടീം പിന്നെ വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും എമർജൻസി ഈ കാലയളവിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ 2 ടീമിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അവർ എൻഷുർ ചെയ്യണമെന്നുള്ളതാണ്. നമ്മൾ അവർക്ക് ഇൻസ്ട്രക്ഷനും ഡെയിലി ബേസിസ് നമ്മുടെ എഞ്ചിനീയേഴ്സും അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. മാക്സിമം അത്തരം കണ്ടിജൻസീസ് ഒഴിവാക്കാനുള്ള നടപടികൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. കൊല്ലത്ത് നിന്ന് കുണ്ടറയിലേക്കും തിരിച്ചുമുള്ള ബസ് സ്റ്റോപ്പ് ഒരേ നിരയിലായതിനാൽ കുണ്ടറയിലെ ബസ് സ്റ്റോപ്പ് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് നീക്കാനുള്ള നടപടികൾ സ്വീകരിച്ചതായും കളക്ടർ പറഞ്ഞു. കൊല്ലത്തുനിന്ന് കുണ്ടറ ഭാഗത്തേക്കുള്ള ബസ് സ്റ്റോപ്പും തിരിച്ചു വരുന്ന ബസ് സ്റ്റോപ്പും രണ്ടും പാരലലിയാണ് ഇപ്പം പ്രവർത്തിക്കുന്നത്. അത് അവിടെ ഒരു ഗതാഗത കുരുക്കുണ്ട് എന്നുള്ളത് സ്ഥലം വിസിറ്റ് ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ കുണ്ടറ ഭാഗത്തേക്കുള്ള ബസ് സ്റ്റോപ്പ് അല്പം കൂടെ മുന്നോട്ട് നീക്കി റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് കുണ്ടറ ഭാഗത്തെ ബസ് സ്റ്റോപ്പ് നമ്മൾ റീഅറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതും ഗതാഗത കുരുക്കിനെ ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും എന്ന പ്രതീക്ഷയാണ്. ഈ 3 കാര്യങ്ങളും എൻഷുർ ചെയ്യാനുള്ള ചുമതല നമ്മൾ RTOയ്ക്ക് നൽകിയിട്ടുണ്ട്. സ്കൂളുകളിലെ പ്രൈവറ്റ് ബസ്സുകൾ കുട്ടികളെ സ്കൂളിന് പുറത്തിറക്കുന്നത് ഗതാഗതക്കുരുക്കിന് വഴിയൊരുക്കുന്നുണ്ട്. ഈ ബസ്സുകൾ സ്കൂളിലേക്ക് കയറ്റി കുട്ടികളെ ഇറക്കാനുള്ള നിർദ്ദേശം നൽകി. 3 മാസത്തേക്കാണ് നിയന്ത്രണങ്ങൾ. വെള്ളക്കെട്ടുകൾ രൂപപ്പെടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെ തഹസിൽദാർമാരുമായി ചർച്ച ചെയ്ത നടപടി സ്വീകരിക്കും.
ദേശീയപാതയുടെ ഭാഗത്ത് പ്രശ്നങ്ങളുണ്ടായാൽ തദ്ദേശ സ്ഥാപനങ്ങൾ വഴി നഷ്ടപരിഹാരം നൽകുമെന്നും നാഷണൽ ഹൈവേ അതിനായി 10 കോടി രൂപ നൽകിയിട്ടുണ്ടെന്നും കളക്ടർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കോൺഗ്രസ് നേതാവ് KG രവിക്ക് അന്ത്യാഞ്ജലി. സംസ്കാരം കരുനാഗപ്പള്ളി പടനായർ കുളങ്ങരത്തേക്ക് വീട്ടുവളപ്പിൽ നടത്തി. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയിരുന്നു. കരുനാഗപ്പള്ളി കോൺഗ്രസ് ഓഫീസിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോഴും നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയിരുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാവ് പടനായർ കുളങ്ങരത്തേക്ക് രമാഭവനത്തിൽ KG രവിയുടെ സംസ്കാര ചടങ്ങുകൾ വീട്ടുവളപ്പിൽ നടത്തി. DCC വൈസ് പ്രസിഡന്റ്, കർഷക കടാശ്വാസ കമ്മീഷൻ അംഗം, റബ്ബർ ബോർഡ് വൈസ് ചെയർമാൻ എന്നീ ചുമതലകൾ വഹിച്ചിരുന്നു. സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു. എനിക്ക് വ്യക്തിപരമായി ശാസ്താംകോട്ട കോളേജിലെ ഒരു വളരെ സാധാരണ യേശു പ്രവർത്തകനായിരുന്ന കാലം മുതലുള്ള അടുപ്പമാണ്. രവീണനോട് ഞങ്ങളുടെ എല്ലാം ബഹുമാനം. അദ്ദേഹം യേശുവിൻ്റെ സ്ഥാപക നേതാക്കന്മാരോടൊപ്പം യേശു പ്രവർത്തിച്ചിരുന്നയാളാണ്. വയലാർജിയുടെ ഏറ്റവും അടുപ്പക്കാരനായിരുന്നു. AK ആന്റണിയായിട്ട് വലിയ സൗഹൃദമായിരുന്നു. ലീഡറുമായിട്ട് അടുപ്പമായിരുന്നു. എല്ലാ നേതാക്കന്മാരുമായിട്ടും തെറ്റുള്ള KC വേണുഗോപാലാണെങ്കിലും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണെങ്കിലും എല്ലാവരുമായിട്ടും അദ്ദേഹത്തിന് അടുപ്പമുണ്ടായിരുന്നു. അടുത്ത കാലത്താണ് രോഗഗ്രസ്തനായി ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടത്. കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചത്. ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ രോഗവിവരങ്ങളെക്കുറിച്ച് ഞാൻ അറിയുന്നത്. സുഖപ്പെടുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. നിർഭാഗ്യവശാൽ അദ്ദേഹം നമ്മെ വിട്ടുപോയി. രാവിലെ കോൺഗ്രസ് ഓഫീസിൽ KG രവിയുടെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ചു. മന്ത്രി ബേബി ജോൺ ഉൾപ്പെടെയുള്ള പ്രമുഖർ ഇവിടെ അന്ത്യാഞ്ജലി അർപ്പിച്ചു. മന്ത്രി PC വിഷ്ണുനാഥ, NK പ്രേമചന്ദ്രൻ MP, CR മഹേഷ് MLA, R ചന്ദ്രശേഖരൻ, DCC പ്രസിഡന്റ് B രാജേന്ദ്ര പ്രസാദ്, കൊല്ലം മേയർ AK ഹഫീസ്, UDF ജില്ലാ ചെയർമാൻ KC രാജൻ തുടങ്ങി രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും വീട്ടിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു. കോൺഗ്രസിന്റെ സമുന്നത നേതാവും പ്രത്യേകിച്ചും കർഷക കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവ് കൂടിയായ ഏറെ ആദരണീയനായ പ്രിയപ്പെട്ട ശ്രീ KG രവിയുടെ അകാലത്തിലുള്ള ദേഹവിയോഗത്തിലുള്ള അഗാധമായ ദുഃഖം ഞാൻ ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുകയും സത്യസന്ധമായ പൊതുപ്രവർത്തനത്തിലൂടെ രാഷ്ട്രീയ രംഗത്ത് ദീർഘകാലമായി തിളങ്ങി നിന്ന വ്യക്തിത്വത്തിനുടമയായിരുന്നു ശ്രീ KG രവി. മന്ത്രി ബിന്ദു കൃഷ്ണ, KC വേണുഗോപാൽ MP, കരുനാഗപ്പള്ളി നഗരസഭാ ചെയർമാൻ സോമരാജൻ തുടങ്ങി രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ KG രവിയുടെ നിര്യാണത്തിൽ അനുശോചിച്ചു. മകൻ സോണിയാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. എല്ലാ സ്കൂളുകളും തിങ്കളാഴ്ച തുറക്കും. എന്നാൽ തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ മിഥുന്റെ ക്ലാസ് മുറി ഈ അധ്യയന വർഷവും അടഞ്ഞുകിടക്കും. സ്കൂൾ വളപ്പിൽ ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ ക്ലാസ്സായ 8B ആണ് ഈ വർഷവും അടഞ്ഞുകിടക്കുക. തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ്സിലേക്ക് കഴിഞ്ഞ വർഷം പുതുതായാണ് മിഥുൻ എത്തിയത്. ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് അവൻ നേടിയത് ഒരുപാട് കൂട്ടുകാരെയായിരുന്നു. അവരുടെ മനസ്സുകളിൽ മിഥുന്റെ ഓർമ്മകൾ സങ്കടമാകാതിരിക്കാൻ വേണ്ടിയാണ് ആ ക്ലാസ് മുറി തുറക്കാത്തത്. സ്കൂളിലെ ഏറ്റവും പഴക്കമുള്ള ഓടുമേഞ്ഞ കെട്ടിടത്തിലാണ് 8B. കഴിഞ്ഞ വർഷം ജൂലൈ 15-ന് ക്ലാസ് മുറിയിൽ കളിക്കവേ സഹപാഠിയുടെ ചെരുപ്പ് സൈക്കിൾ ഷെഡിന്റെ തകരഷീറ്റ് പാകിയ മേൽക്കൂരയ്ക്ക് മുകളിൽ വീണു. ചെരുപ്പെടുക്കാൻ ക്ലാസിന്റെ അരഭിത്തിക്ക് മുകളിലുള്ള തടിപ്പാടുകൾക്കിടയിലൂടെ ഷെഡിന് മുകളിൽ ഇറങ്ങിയ മിഥുൻ കാൽവഴുതി 3 ഫേസ് ലൈനിലേക്ക് വീഴുകയായിരുന്നു. മിഥുന്റെ ദാരുണാന്ത്യത്തിന് പിന്നാലെയാണ് 8B ഡിവിഷൻ മറ്റൊരു ക്ലാസ് മുറിയിലേക്ക് മാറ്റിയത്. ക്ലാസ് മുറിയോട് ചേർന്ന് കടന്നുപോയിരുന്ന 3 ഫേസ് ലൈൻ അടുത്ത ദിവസം തന്നെ അഴിച്ചു മാറ്റി. അരഭിത്തിക്കുള്ളിലെ പലകകൾക്ക് പകരം ഇരുമ്പ് നെറ്റടിച്ചും കഴുക്കോലുകൾ മാറ്റിയും 8B ക്ലാസ് മുറിയുള്ള കെട്ടിടം നവീകരിച്ചിരുന്നു. ദാരുണമായ സംഭവത്തിന് പിന്നാലെ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് കൗൺസിലിംഗ് നൽകി. മിഥുൻ പഠിച്ചിരുന്ന 8B ക്ലാസ് മുറി മിഥുന്റെ ഓർമ്മകൾ കൂട്ടുകാരുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കാൻ വിദഗ്ധർ സ്കൂൾ അധികൃതർക്ക് ഉപദേശം നൽകിയിരുന്നു. 8 അടി അകലത്തിൽ 3 ഫേസ് ലൈൻ ഉണ്ടായിട്ടും കെട്ടിടത്തിന് മൈനാഗപ്പള്ളി പഞ്ചായത്ത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നു. കഴിഞ്ഞ തവണ അനാസ്ഥ കാട്ടിയ സർക്കാർ വകുപ്പുകളെല്ലാം തേവലക്കര സ്കൂളിൽ ഇത്തവണ പരിശോധന നടത്തി. മൈനാഗപ്പള്ളി പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഏപ്രിലിൽ കെട്ടിടങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ നടത്തേണ്ട അറ്റകുറ്റപ്പണികൾ നിർദ്ദേശിച്ചു. DDEയും DEOയും പലതവണ എത്തി. KSEB ഉദ്യോഗസ്ഥരും പരിശോധന നടത്തി. 28 ലക്ഷത്തോളം രൂപയുടെ അറ്റകുറ്റപ്പണി മാനേജ്മെന്റ് നടത്തി. സസ്പെൻഷനിലായിരുന്ന പ്രഥമാധ്യാപിക മാർച്ച് 31-ന് വിരമിച്ചു. അപകടത്തിന് പിന്നാലെ സ്കൂൾ ഭരണം സർക്കാർ ഏറ്റെടുത്തിരുന്നു. വിളന്തറ മനു ഭവനിൽ മനു സുജ ദമ്പതികളുടെ മൂത്ത മകനാണ് മിഥുൻ. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന V ശിവൻകുട്ടിയുടെ നിർദ്ദേശപ്രകാരം സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് സംസ്ഥാന കമ്മിറ്റി
മിഥുന്റെ കുടുംബത്തിന് വീടും നിർമ്മിച്ചു നൽകിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ചവറ. മിൽമ പാലിനും തൈരിനും തിങ്കളാഴ്ച മുതൽ വില കൂടും. പാലിന് 4 രൂപയും തൈരിന് കിലോഗ്രാമിന് 10 രൂപ വീതവുമാണ് വർധനവ്. 3.35 രൂപ കർഷകന് ലഭിക്കുന്ന രീതിയിലാണ് വില വർധനവ്. പാൽ ഉൽപ്പന്നങ്ങൾക്കും വില വർദ്ധിപ്പിക്കും. തിങ്കളാഴ്ച മുതലാണ് മിൽമ പാലിന്റെയും തൈരിന്റെയും വില വർധനവ് പ്രാബല്യത്തിൽ വരിക. 3.35 രൂപ കർഷകന് ലഭിക്കുന്ന രീതിയിലാണ് വില വർധനവ്. പാൽ ഉൽപ്പന്നങ്ങൾക്കും വില വർദ്ധിക്കും. പാലിന് 4 രൂപയും തൈരിന് കിലോഗ്രാമിന് 10 രൂപ വീതവുമാണ് വർധനവ്. നിലവിൽ പാൽ കവറുകളിൽ പഴയ വിലയാണ് പ്രിന്റ് ചെയ്തിട്ടുള്ളത്. പുതിയ വില പ്രിന്റ് ചെയ്യുന്ന നടപടികൾ പുരോഗമിക്കുകയാണെന്ന് അധികൃതർ അറിയിച്ചു. ഏറ്റവും ഒടുവിൽ മിൽമ പാലിന് വില വർദ്ധിപ്പിച്ചത് 2022 ഡിസംബർ 1-നായിരുന്നു. അന്ന് 6 രൂപയാണ് ലിറ്ററിന് വർദ്ധിപ്പിച്ചത്. ക്ഷീരകർഷകരുടെ ചെലവ് വർദ്ധിച്ച സാഹചര്യത്തിലാണ് പാലിന് വില കൂട്ടുന്നതെന്ന് മിൽമ അറിയിച്ചു. പാൽ ലിറ്ററിന് 4 രൂപ വർദ്ധിക്കുമ്പോൾ മൊത്തം വർധനയുടെ 83.75% തുക കർഷകർക്ക് ലഭിക്കുമെന്ന് മിൽമ വ്യക്തമാക്കി. കടുത്ത വരൾച്ചയും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പാലിന്റെ വില ഗണ്യമായി വർദ്ധിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ മിൽമ മേഖലാ യൂണിയനുകൾക്ക് പാൽ വിൽപ്പനയിൽ നഷ്ടം സംഭവിക്കുന്നുണ്ട്. പാൽ ഉൽപാദന ചെലവ് ഏറിയതിനാലും വരുമാനം കുറഞ്ഞതിനാലും കേരളത്തിലെ ക്ഷീരകർഷകർ പ്രയാസങ്ങളും നേരിടുന്നു. ഉൽപാദനോപാധികളുടെ ഗണ്യമായ വില വർധനവ് കണക്കിലെടുത്തും ക്ഷീരകർഷകരെ മേഖലയിൽ പിടിച്ചു നിർത്തുന്നതിനും പാൽ വില വർധനവ് അത്യന്തം അനിവാര്യമാണെന്ന് മിൽമ നേരത്തെ അറിയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്. ഓച്ചിറക്കളി ഫോക്ലോർ അക്കാദമിയിൽ രജിസ്റ്റർ ചെയ്യാൻ നടപടി സ്വീകരിക്കുമെന്ന് ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി BS വിനോദ്. ഓച്ചിറക്കളി ആശാന്മാരുടെയും ഭരണസമിതി അംഗങ്ങളുടെയും യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓച്ചിറക്കളിയുടെ ഭാഗമായി കന്നുകാലി പ്രദർശനം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ഓച്ചിറക്കളിയുടെ തനിമ നിലനിർത്താനും പ്രചാരത്തിനുമായി ഫോക്ലോർ അക്കാദമിയിൽ രജിസ്റ്റർ ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചതായി ഓച്ചിറ ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി BS വിനോദ് പറഞ്ഞു. കളിയാശാന്മാരുടെയും ഭരണസമിതി അംഗങ്ങളുടെയും യോഗം ഓച്ചിറയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓച്ചിറക്കളി സ്ഥിരമായി പരിശീലിപ്പിക്കുന്നതിനായി കളരികൾ ആരംഭിക്കാനും കളിയാശാന്മാർക്ക് ഗ്രാന്റ് നൽകാനും തീരുമാനിച്ചു. കൃഷിവകുപ്പിനെയും മൃഗസംരക്ഷണ വകുപ്പിനെയും സംയോജിപ്പിച്ച് കാർഷിക പ്രദർശനവും വിപണിയും നടത്തും. കന്നുകാലി പ്രദർശനവും ഓച്ചിറക്കളിയുടെ ഭാഗമായി നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. കളരി എന്ന് പറയുന്നത് അത് ഒരേ തരത്തിലുള്ള അടവുകളും അഭ്യാസങ്ങളുമാണ്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ജാഗ്രതയോടുകൂടി, വളരെ ഏകാഗ്രതയോടുകൂടി, ഒരു ചുവട് തെറ്റാതെ, ഒരടവ് തെറ്റാതെ മുന്നോട്ട് പോകേണ്ട ഒരു ആയോധന കലയാണ്, കായിക അഭ്യാസമാണ് ഓച്ചിറക്കളി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പഴമക്കാരൊക്കെ പറയുന്നത് പോലെ കായംകുളം രാജാവിൻ്റെയും ഓണാട്ടുകര രാജാവിൻ്റെയും ഒക്കെ അവരുടെ യുദ്ധസ്മരണകൾ ഉണർത്തുന്ന ഒന്നാണ് എന്നും അവരുടെ പടയാളികളെ പരിശീലിപ്പിക്കുന്ന ഇടമായിരുന്നു എന്നും അതിനെ ഓർമ്മപ്പെടുത്തുന്നതാണ് എല്ലാ മാസവും എല്ലാ വർഷവും മിഥുനമാസം 1-2 ഓച്ചിറക്കളി നടത്തുന്നത് എന്നൊക്കെ പഴമക്കാർ പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ഒരു കാര്യം, ഓച്ചിറക്കളി എന്ന് പറയുന്നത് നമുക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. പ്രസിഡന്റ് രാജീവ് ആർ കടകംപള്ളിൽ അധ്യക്ഷത വഹിച്ചു. ട്രഷറർ സാഗർ മക്കാടം, PK വിക്രമൻ, ശിവപ്രസാദ് മണ്ണാശ്ശേരിൽ, നന്ദകുമാർ, K പ്രതാപൻ തുടങ്ങിയവർ പങ്കെടുത്തു. 15, 16 തീയതികളിലാണ് പടനിലത്ത് ഓച്ചിറക്കളി നടക്കുന്നത്. ഇതിന് മുന്നോടിയായാണ് യോഗം ചേർന്നത്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലെ ശുചിമുറിയിൽ പ്രസവിച്ച ശേഷം ജനലിലൂടെ ഉപേക്ഷിച്ച കുഞ്ഞിനെ ഏറ്റെടുക്കാൻ അമ്മ സന്നദ്ധത അറിയിച്ചു. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ കൗൺസിലിംഗ് നടത്തിയപ്പോഴാണ് 19 വയസ്സുകാരി കുഞ്ഞിനെ ഏറ്റെടുത്ത് വളർത്താൻ തയ്യാറാണെന്ന വിവരം പറഞ്ഞത്. എന്നാൽ ഇക്കാര്യം രേഖാമൂലം അറിയിച്ചിട്ടില്ലെന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അധികൃതർ പറഞ്ഞു. അമ്മയ്ക്ക് കുഞ്ഞിനെ വേണ്ടെന്ന് പറഞ്ഞതിനെ തുടർന്ന് ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കുഞ്ഞിനെ ഏറ്റെടുത്ത് ശിശുക്ഷേമ സമിതിക്ക് കൈമാറുന്നതിന് നടപടി സ്വീകരിച്ചിരുന്നു. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ന്യൂബോൺ ICUവിലാണ് കുഞ്ഞിനെ ഏറ്റെടുക്കാനുള്ള ഉത്തരവ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ശിശുക്ഷേമ സമിതിക്ക് കൈമാറി. തിങ്കളാഴ്ച കുഞ്ഞിനെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഏറ്റെടുത്ത് ആലപ്പുഴയിലെ ശിശുപരിചരണ കേന്ദ്രത്തിലേക്ക് മാറ്റും. 90 ദിവസം കുഞ്ഞിനെ ശിശുപരിചരണ കേന്ദ്രത്തിൽ പരിചരിക്കും. ഈ സമയത്ത് അമ്മയ്ക്ക് കുഞ്ഞുമായി യോജിച്ചു പോകാൻ പറ്റുമോ എന്ന് പരിശോധിച്ച ശേഷമേ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കുഞ്ഞിനെ വിട്ടു നൽകുന്നതിൽ തീരുമാനമെടുക്കൂ. കൊലപാതക ശ്രമത്തിന് അമ്മയ്ക്കെതിരെ പോലീസ് കേസെടുത്തതിനാൽ അതിന്റെ നിയമവശങ്ങൾ കൂടി പരിശോധിക്കും. എന്തായാലും ഉടനെ കുഞ്ഞിനെ കൈമാറില്ല. അമ്മ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. യുവതിയുമായി അടുപ്പത്തിലായിരുന്ന ഇതര സംസ്ഥാനക്കാരനായ യുവാവിനെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. യുവതി ജോലി ചെയ്ത ആശുപത്രിയിലെ ക്യാന്റീൻ ജീവനക്കാരനാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഹരിപ്പാട്.
തെക്കുംഭാഗം പോലീസ് സ്റ്റേഷനിൽ വെള്ളം കയറി. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിലാണ് പോലീസ് സ്റ്റേഷനിൽ വെള്ളം കയറിയത്. സമീപത്തെ റോഡും വെള്ളത്തിൽ മുങ്ങി. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിലാണ് തെക്കുംഭാഗം പോലീസ് സ്റ്റേഷനിൽ വെള്ളം കയറിയത്. സമീപത്തെ റോഡും വെള്ളത്തിൽ മുങ്ങി. സ്റ്റേഷന് മുന്നിൽ ഓടയുണ്ടെങ്കിലും ഓടയുടെ രണ്ടറ്റവും മറ്റ് ഓടകളുമായി ബന്ധപ്പെടുത്തിയിട്ടില്ല. ഇത് കാരണം വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം ഓട നിറഞ്ഞു കവിഞ്ഞ് റോഡിലും സ്റ്റേഷനിലേക്കും കയറുകയാണ്. ശക്തമായ മഴയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം സ്റ്റേഷൻ പരിസരം വെള്ളക്കെട്ടിലായി. വാതിൽ വരെ വെള്ളം എത്തുകയും ചെയ്തു. പോലീസ് സ്റ്റേഷനിൽ വെള്ളം കയറുന്ന പ്രശ്നത്തിന് അടിയന്തരമായ പരിഹാരം ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, ചവറ. നെടുമങ്ങാട് 1.5 വയസ്സുകാരന്റെ കൊലപാതകം നെഞ്ചുലയ്ക്കുന്ന സംഭവമാണെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കർശന നടപടി സ്വീകരിക്കും. പഴുതുകളില്ലാത്ത നിയമ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സ്വന്തം കുഞ്ഞിന് നൊന്ത് പ്രസവിച്ച കുഞ്ഞിനോട് രണ്ടാനച്ച ക്രൂരത കാണിക്കുന്നതിന് സാക്ഷിയായത് അമ്മയാണ്. അമ്മ എന്ന പദത്തിന്റെ അർത്ഥം പോലും പറയാൻ കഴിയാത്ത, വാക്കുച്ചരിക്കാൻ പോലും യോഗ്യതയില്ലാത്ത ഒരു സ്ത്രീ ഈ ചെയ്തത് എന്താ പറയുക, നമ്മുടെയൊക്കെ നെഞ്ചുലയ്ക്കുന്നതാണ്. തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ പലപ്പോഴായി കേരളത്തിൽ കണ്ടുവരുന്നുണ്ട്. ഇത് അവസാനിപ്പിക്കാം. തൊണ്ടയിൽ ചോറ് കുടുങ്ങിയെന്ന് പറഞ്ഞ് രണ്ടാനച്ഛൻ ആശുപത്രിയിൽ എത്തിച്ച 1.5 വയസ്സുകാരൻ മരിച്ച സംഭവം നെഞ്ചുലിക്കുന്നതാണെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ കൊല്ലത്ത് പറഞ്ഞു. ഇത് ആവർത്തിക്കാതിരിക്കാൻ കർശന നടപടി സ്വീകരിക്കും. സംഭവത്തെ സർക്കാർ ഗൗരവത്തോടെയാണ് കാണുന്നത്. സർക്കാരിന്റെ ഭാഗത്തു നിന്നും നിയമപരമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പ്രതികൾ രക്ഷപ്പെടാതിരിക്കാനുള്ള പഴുതടച്ച അന്വേഷണമാണ് നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഇനി ഒരു പിഞ്ചു കുഞ്ഞിനും എവിടെയാണോ കുഞ്ഞ് ആരുടെ കൈകളിലാണോ സുരക്ഷിതമെന്ന് നമ്മൾ കരുതുന്നത്, പ്രകൃതിയായാലും നിയമമായാലും നമ്മുടെ സമൂഹമായാലും എല്ലാം കുഞ്ഞുങ്ങൾ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതുന്ന ഇടത്തു നിന്ന് തന്നെ ഇത്തരം ക്രൂരകൃത്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇനിയൊരു കുഞ്ഞിനും ഇത് ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ തീർച്ചയായും വകുപ്പ് ആലോചിക്കുന്നുണ്ട്. 51 പരിക്ക് ആ പിഞ്ചു ശരീരത്തിൽ ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്കത് ചിന്തിക്കാൻ പോലും ആകുന്നില്ല. ഒരു കാര്യം ഉറപ്പ്, ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല. ശക്തമായ നടപടി. ഈ സാധാരണ കേസൊക്കെ നടത്തുമ്പോൾ ലൂപ്പ് ഹോൾസ് പലപ്പോഴും ഉണ്ടാവും. അതിൻ്റെ പേരിൽ കുറ്റവാളി രക്ഷപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഒരു ലൂപ്പ് ഹോളും ഇല്ലാതെ കൃത്യമായി കുറ്റമറ്റ രീതിയിൽ കേസ് നടത്തിക്കണം. അതിനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. നിയമപരമായ പ്രൊസീഡിങ്സ് കുറ്റമറ്റ രീതിയിൽ നടക്കും. പ്രതികളെ പിടിച്ചിട്ടുണ്ട്. നിയമ നടപടികൾക്ക് വിധേയമാക്കും. മുന്നോട്ട് എപ്പോഴും FIR ഇടുമ്പോഴും ചാർജ് ഷീറ്റ് ഫ്രെയിം ചെയ്യുമ്പോഴും പിന്നീടുള്ള പ്രൊസീഡിങ്സിലും എല്ലാം തന്നെ വളരെ കാര്യക്ഷമമായി ഇത് നടക്കും. സംഭവത്തിൽ എല്ലാ തെളിവുകളും ശേഖരിക്കും. പ്രതികൾ ശിക്ഷിക്കപ്പെടണം. പഴുതുകളില്ലാത്ത നിയമ നടപടികളാണ് സ്വീകരിക്കുകയെന്ന് മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സ്കൂൾ പ്രവേശനത്തോടനുബന്ധിച്ച് കണ്ടോൺമെന്റ് LMS LP സ്കൂളിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി. കൊല്ലം ശ്രീനാരായണ കോളേജിലെ NSS യൂണിറ്റ് വോളണ്ടിയർമാരാണ് നവീകരണം നടത്തിയത്. സ്കൂൾ പരിസരവും ക്ലാസ് മുറികളും കൂടുതൽ ആകർഷകവും വൃത്തിയുള്ളതും വിദ്യാർത്ഥി സൗഹൃദവുമാക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പ്രവർത്തനങ്ങൾ. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ, അധ്യാപകർ, ജീവനക്കാർ എന്നിവരുടെ സഹകരണത്തോടെയാണ് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത്. സ്കൂൾ മതിലുകളിൽ ചിത്രരചന, ശുചീകരണ പ്രവർത്തനങ്ങൾ, അറ്റകുറ്റപ്പണികൾ, പഠനാന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിനുള്ള വിവിധ പ്രവർത്തനങ്ങൾ എന്നിവ SN കോളേജിലെ NSS വോളണ്ടിയർമാർ ഏറ്റെടുത്ത് നിർവഹിച്ചു. കഴിഞ്ഞ 5 വർഷമായി പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് കന്റോൺമെന്റ് LMS LP സ്കൂൾ NSS വോളണ്ടിയർമാർ നവീകരിക്കാറുണ്ട്. പ്രവേശനോത്സവ ദിനമായ ജൂൺ 1 വിദ്യാർത്ഥികൾക്കായി വിവിധ കലാപരിപാടികളും സംഘടിപ്പിക്കും. വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കും സ്കൂൾ വികസനത്തിനും കൈത്താങ്ങാകുന്ന പ്രവർത്തനങ്ങൾ തുടർന്നും നടത്തുമെന്ന് SN കോളേജിലെ NSS യൂണിറ്റ് ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വനിതാ വിശ്രമ കേന്ദ്രം തുറന്നു നൽകുന്നത് വൈകുന്നു. അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ നിർമ്മിച്ച വിശ്രമ കേന്ദ്രമാണ് തുറന്നു നൽകാത്തത്. 12 ലക്ഷം രൂപയാണ് നിർമ്മാണത്തിനായി വിനിയോഗിച്ചത്. എന്താണ് കെട്ടിട നിർമ്മാണം കഴിഞ്ഞിട്ട് ഒരുപാട് നാളായി. അപ്പോൾ ഇത് തുറന്നു കൊടുക്കാത്തതുകൊണ്ട് ഇവിടെ നിൽക്കുന്ന സ്ത്രീകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ എത്രയും വേഗം അതിനൊരു നടപടി ഉണ്ടാവണമെന്ന്. അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ വനിതകൾക്കായി നിർമ്മിച്ച വനിതാ വിശ്രമ കേന്ദ്രത്തിന്റെ നിർമ്മാണമാണ് പൂർത്തീകരിച്ചിട്ടും വനിതകൾക്ക് തുറന്നു നൽകാത്തത്. അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് 12 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് 5 വർഷങ്ങൾക്ക് മുമ്പ് വനിതാ വിശ്രമ കേന്ദ്രം നിർമ്മിച്ചത്.
നിർമ്മാണം പൂർത്തിയായി വർഷങ്ങളായിട്ടും വിശ്രമ കേന്ദ്രം തുറന്നു നൽകിയിട്ടില്ല. ബസ് സ്റ്റാൻഡിൽ നിലവിൽ കംഫർട്ട് സ്റ്റേഷൻ ഉണ്ടെങ്കിലും അതിന്റെ പ്രവർത്തനവും ഭാഗികമാണ്. സ്റ്റാൻഡിലെത്തുന്ന സ്ത്രീകൾക്ക് വനിതാ വിശ്രമ കേന്ദ്രം അടിയന്തരമായി തുറന്നു നൽകണമെന്നാണ് ആവശ്യം ഉയരുന്നത്. ഇവിടെ വനിതാ വിശ്രമ കേന്ദ്രമാണ്. അപ്പോൾ ഇവിടെ മിക്കവാറുള്ള വനിതകളൊക്കെ വിശ്രമിക്കാൻ ഇത് തുറക്കാറില്ല. അപ്പോൾ ഇവിടെ വനിതകൾക്ക് വിശ്രമിക്കാൻ വേണ്ടി പറ്റിയ സ്ഥലമാണ്. ഇതൊന്ന് തുറന്നിരുന്നാൽ വളരെ നല്ലതായിരുന്നു. ഇവിടെ ഉള്ള അനേകം സ്ത്രീകൾക്ക് അവിടെ സ്ഥലം ഏർപ്പെടുത്തേണ്ടതാണ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പ്രധാന വാർത്തകൾ വീണ്ടും. കൊല്ലം ജില്ലയിൽ ഗതാഗത നിയന്ത്രണങ്ങൾ ശക്തമാക്കുമെന്ന് ജില്ലാ കളക്ടർ ആനി ജൂലി തോമസ്. ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ ഗതാഗത കുരുക്കിനുള്ള സാധ്യതകൾ കൂടുതൽ. ഈ സാഹചര്യം കണക്കിലെടുത്താണ് നിയന്ത്രണങ്ങൾ ശക്തമാക്കുന്നതെന്ന് കളക്ടർ. മിൽമ പാലിനും തൈരിനും തിങ്കളാഴ്ച മുതൽ വില കൂടും. പാലിന് 4 രൂപയും തൈരിന് കിലോഗ്രാമിന് 10 രൂപ വീതവുമാണ് വർധനവ്. 3.35 രൂപ കർഷകർക്ക് ലഭിക്കുന്ന രീതിയിലാണ് വില വർധനവ്. ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലെ ശുചിമുറിയിൽ പ്രസവിച്ച ശേഷം കുഞ്ഞിനെ ഉപേക്ഷിച്ച സംഭവം. കുഞ്ഞിനെ ഏറ്റെടുക്കാൻ അമ്മ ഇക്കാര്യം രേഖാമൂലം അറിയിച്ചിട്ടില്ലെന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി. നെടുമങ്ങാട് 1.5 വയസ്സുകാരന്റെ കൊലപാതകം നെഞ്ചുലയ്ക്കുന്ന സംഭവമാണെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കർശന നടപടി സ്വീകരിക്കും. പഴുതുകളില്ലാത്ത നിയമ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.